ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കുറച്ച് ടിപ്സ് നോക്കാം. അതിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് കിച്ചൺ സ്കെയിൽ ഇല്ലാത്ത ആളുകൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ തന്നെ അത് എടുത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് 1/2 കിലോ എന്തോരം ഉണ്ട്, 1 കിലോ എന്തോരം ഉണ്ടെന്ന് ഈ ഒരു ഗ്ലാസ് കൊണ്ട് അളന്ന് കണക്കാക്കുക. ഇപ്പം ഞാനിത് മൈദ അളന്നതാണ്. ഈ ഗ്ലാസ് കൊണ്ടിട്ട് 4 ഗ്ലാസ് മൈദ 1/2 കിലോ എന്ന കണക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പയർ പരിപ്പ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ 2 ഗ്ലാസ് 2.5 ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ 1/2 കിലോ ഒക്കെ ആയെന്ന് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർമ്മയോടെ വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അളന്നെടുക്കേണ്ട സന്ദർഭത്തിൽ കുറേ അധികം ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പെട്ടെന്ന് 1/2 കിലോ 1 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അളന്നെടുക്കാൻ പറ്റും. വരിയാണെങ്കിലും എന്ത് സാധനം ഉണ്ടെങ്കിലും ഇങ്ങനെ അളന്നിട്ട് ആ ഒരു ഗ്ലാസ് ഓർമ്മയോടുകൂടി വെച്ചേക്കുക. അല്ലെങ്കിൽ മറന്നു പോകുന്നതാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, എഴുതി വെക്കുക. 1 ഗ്ലാസ് ഇത്ര 1/2 കിലോ ഈ ഒരു ഗ്ലാസ്സിൽ ഇത്ര എന്നുള്ള സാധനങ്ങളുടെ ലിസ്റ്റിട്ട് മാറ്റി വെച്ചേക്കുക. പിന്നെ അടുത്ത ഒരു ടിപ്പ്, സവാള ഉള്ളിയൊക്കെ കണ്ണെരിയാതെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലായാലും മതി. പിന്നെ ഇത് ഒക്കെ എൻ്റെ സബ്സ്ക്രൈബർ തന്ന ടിപ്സാണ്. ഈ ചീപ്പ് ഒരുപാട് അഴുക്കായി ഒരുപാട് പൊടിയും മറ്റേ തലയില ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഇരിക്കില്ലേ ചീപ്പുമേൽ, അങ്ങനെയുള്ള ചീപ്പൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴുകി നോക്കുക. അതായത് ബേക്കിംഗ് സോഡയും ചൂടുവെള്ളവും ചേർത്തിട്ട്, ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാരം, അല്ലെങ്കിൽ സോഡാപ്പൊടി. ഇത് ഇങ്ങനെ ഒരു ട്രേയിൽ ഇങ്ങനെ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ഇങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾ ഒരു 2 സ്പൂണൊക്കെ ഇടുക, ഇതുപോലെ ഇത്രയും കാണുന്ന പോലെ. എന്നിട്ട് ഇതിട്ടൊന്ന് പതിയൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ആ കട്ട പിടിച്ചിരിക്കണ അഴുക്കും ചെളിയെല്ലാം കൂടി പുറത്തേക്ക് ഊർന്നിറങ്ങി ഇങ്ങോട്ട് വരും. നമ്മൾ സോപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, ഒട്ടും ഇടേണ്ട സോപ്പ്. കാരണം ഇത് തന്നെ നല്ല ക്ലീൻ ആയിട്ടാണ് പോകുന്നത്. വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നുകൊണ്ട് ബ്രഷ് ചെയ്തില്ലല്ലോ, അതിന് മുമ്പ് തന്നെ ഇത് പോകുന്നത് വേണ്ട. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണിത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു ബ്രഷ് ഇട്ട് ഒന്നും കൂടി ഒന്ന് ലാസ്റ്റ് കഴുകി ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക. നീറ്റായിട്ട് കിട്ടും, സോപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത്, എൻ്റെ വേറൊരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ച് മതിയായ ഒരു കാര്യമാണ്. ഇത് മിക്സിയുടെ ജാറിൻ്റെ അടിവശം എങ്ങനെയാണ് കഴുകണമെന്ന്. അപ്പം എനിക്കറിയില്ല ആ കുട്ടിയുടെ ജാറ് ഏത് ടൈപ്പാണെന്ന്. ഇപ്പം ഞാൻ ചെറുത് ജാറും വലിയ ജാറും കഴിയണോ കാണിച്ചത്. ഇതുപോലെ ഇങ്ങനെ കൈ ഇടാനൊന്നും സ്പേസ് ഇല്ലെങ്കിൽ പഴയ സ്ക്രബ്ബറിൻ്റെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ, സ്റ്റീൽ ബോൾ, അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഒരു മരത്തിൻ്റെ ചെറിയ കൊമ്പൊക്കെ കിട്ടൂലേ, അത് വെച്ച് ഒന്ന് ഇളക്കിയാൽ മതി, ചുറ്റും ഒന്ന് കറക്കി വിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ അഴുക്ക് പോരും. ഇതിൽ സോപ്പ് പൊടി ഏതെങ്കിലും ഇട്ടേക്കണമെന്ന് മാത്രമേ പെട്ടെന്ന് പോരും. അത്രേ ഉള്ളൂ, വേഗം പോകുന്നുള്ളൂ അത്. ഇനി വലിയ ജാറ്, അടിവശം വലിയ ടൈപ്പ് മിക്സിയുടെ അങ്ങനത്തെ ജാറാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കഴുകാം. ഇതാണ് കഴുകാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ വലിയ ജാറാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ പഴയ സ്ക്രബ്ബറൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് സോപ്പ് ഇത്തിരി തേച്ചിട്ട് ആദ്യം അതുകൊണ്ട് ചുമ്മാ ഒന്ന് കഴുകുക. എന്നിട്ട് പോകാത്തത് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്നും കഴുകുക. അപ്പോൾ മിക്സി മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ അടിവശം എപ്പോഴും കഴുകി നീറ്റാക്കി വെച്ചേക്കണമെന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പം അത് ക്ലീൻ ചെയ്ത് ഇതുപോലെ വെക്കുക. കുറേ നാളായി ചോദിച്ചിട്ട് കേട്ടോ കുട്ടി, ഞാൻ ഇപ്പോഴാണ് ഇത് കാണിക്കണത്, ഇപ്പോഴും മറന്നു പോണ ഒരു കാര്യമുള്ളത്. പിന്നെ അടുത്തത്, ഒരുപാട് വെളിച്ചെണ്ണ ഒക്കെ ആട്ടിയൊക്കെ വെക്കണ ആളുകളില്ലേ, അവർക്ക് വെളിച്ചെണ്ണ കാർച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുരുമുളക് ഇട്ട് വെച്ചാൽ മതി, ഒട്ടും തന്നെ കാറപ്പ് വരില്ല. പിന്നെ നമ്മൾക്ക് നല്ലൊരു സ്ക്രബാണ് ഇത്, പഞ്ചസാരയും നാരങ്ങനീരും കൂടി ചേർത്തിട്ട് നമ്മുടെ കയ്യിലും മുഖത്തും എവിടെ വേണമെങ്കിലും ഇത് സ്ക്രബ് ചെയ്യാം. ഇത് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തു നിന്നൊക്കെ സ്ക്രബ് ചെയ്തൊക്കെ എടുക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ കയ്യിലൊക്കെ ഒരു വല്ലാത്ത പോലെയൊക്കെ തോന്നില്ലേ, കൈ ഒരു രസമില്ല, റഫായിട്ടിരിക്കണതൊക്കെ തോന്നുമ്പോൾ ഈ രീതിയിൽ കൈയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പുരട്ടിയിട്ട് വളരെ നല്ലതാണ്, ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല നീറ്റാവും. പിന്നെ അടുത്തത്, കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കട്ട പിടിച്ചിരിക്കുന്ന ബട്ടറൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു കിട്ടും. പിന്നെ അടുത്തത്, ഇത് പനങ്കൽക്കണ്ടവും പിന്നെ കടുകും കൂടി ചേർത്ത് പൊടിച്ചിട്ട് കഫക്കെട്ടിന് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് അത് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പൊ പനങ്കൽക്കണ്ടം 100 ഗ്രാം എടുക്കണമെങ്കിൽ കടുക് 50 ഗ്രാം, കടുകിന്റെ ഇരട്ടിയാണ് പനങ്കൽക്കണ്ടം എടുക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ കടുക് ചൂടാണ്, അത് ചൂട് കഴിച്ചിട്ട് കുഴപ്പമുള്ള ആളുകൾ ശ്രദ്ധിച്ച് കഴിക്കണം. ഇത്
ഒരു നുള്ളു രണ്ട് നുള്ളൊക്കെ വെച്ച് തോന്നുമ്പോഴൊക്കെ എടുത്ത് കഴിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കഫം മുറിഞ്ഞു പോകാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കിച്ചണിൽ ഇതുപോലെ ദോശ അങ്ങനെയുള്ള ഒഴുകിയൊക്കെ താഴെ വീണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കയറ്റി ഇടുക ഒരു നനഞ്ഞ തുണി. എന്നിട്ട് അതിൻ്റെ മീതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ തുള്ളി തുള്ളി വീഴുന്നത് നിങ്ങൾക്ക് തുടക്കാൻ മടിയുള്ളവർക്കുള്ള ഒരു ടിപ്പാണിത്. അല്ലെങ്കിൽ നനഞ്ഞ തുണി, നനഞ്ഞ തുണിയോടെ വെച്ചേക്കും. നനഞ്ഞ തുണി വെച്ച് പെട്ടെന്ന് തുടച്ച് കളയും. വീഴുമ്പോൾ എന്തായാലും വീഴാതിരിക്കില്ല, എത്ര സൂക്ഷിച്ചാലും വീഴും. അപ്പം ഇതുപോലെ ഒരു നനഞ്ഞ തുണി, പേപ്പറൊന്നും ഇടരുത്, ഉണക്ക തുണി ഇടരുത്, തീ പിടിക്കും. നനഞ്ഞ തുണി ഇട്ട് വെക്കുക. അപ്പോൾ അത് അവസാനം എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ നമ്മുടെ അലമാരിയിലൊക്കെ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിലും എടുക്കുമ്പോൾ ഒക്കെ ഒരു നല്ല സ്മെല്ലുണ്ടാവും. ഇനി അഥവാ പെർഫ്യൂം അടിക്കാതെയാണെന്നുണ്ടെങ്കിൽ നല്ല സോപ്പുകളൊക്കെ ആണെങ്കിൽ സോപ്പ് തുണി വെക്കണ അലമാരിയിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എടുത്തു കഴിയുമ്പോൾ കവറ് അതിൽ തന്നെ വെച്ചേക്കുക. നല്ല സ്മെല്ലുണ്ടാകും അപ്പോൾ അലമാരിയിൽ. പിന്നെ എല്ലാവരും വെള്ള തുണി കഴുകണ ഒരു കാര്യം ചോദിച്ചായിരുന്നു. അതിനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ആസ്പിരിൻ ഗുളിക 2 എണ്ണം പൊട്ടിച്ചിട്ട് ഒരു അരബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തുണി മുക്കി വെക്കുക. വെള്ളത്തുണി പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇനി അതും ഇല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിൽ മുക്കി വെച്ചാലും ഒരുവിധം പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ പറ്റും. വെള്ളത്തുണിയാണ് കേട്ടോ, കളറിട്ടതൊന്നും ഇടരുത്. വെള്ളത്തുണിക്ക് വേണ്ടി മാത്രമുള്ള ടിപ്പാണ്. അപ്പം നിങ്ങൾ കളറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളർ ഇളകി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയും, ചേച്ചി പറഞ്ഞ പോലെ ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചെന്ന്. അപ്പോൾ തന്നെ വെള്ളത്തുണി ഞാൻ കാണിച്ചേക്കണ കാര്യം അതാണ്. പിന്നെ അടുത്തത്, നമ്മൾ പാല് കാച്ചുമ്പോഴേക്കും ചില സമയത്ത് പാല് കാച്ചാൻ എടുക്കുമ്പോൾ പാക്കറ്റ് പാലൊക്കെ ആണെങ്കിൽ ഇത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് കേടായി പോകുമോ എന്നൊരു സംശയം തോന്നില്ലേ കാച്ചണതിന് മുൻപ്? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ പാലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാച്ചുക. പാല് പിരിഞ്ഞു പോകില്ല. പിന്നെ അടുത്തത്, നമ്മളുടെ ഉടുപ്പിൽ വെള്ളത്തുണിയിൽ ഒക്കെ കരിമ്പങ്കറ പിടിക്കൂലേ? അപ്പോൾ ആ കരിമ്പൻ പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ മോരും വെള്ളം എന്നാണ് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. മോരും വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി വെക്കുക. കുറേ നേരം, 1/4 മണിക്കൂറൊക്കെ മുക്കി വെച്ചതിന് ശേഷം സാധാരണ കഴുകണ പോലെ സോപ്പിട്ട് കഴുകുക. പിന്നെ നമുക്ക് കാല് വേദനയൊക്കെ ശക്തമായിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഒരു സുഖം കിട്ടാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കല്ലുപ്പും ചൂടുവെള്ളവും കൂടി അത് മിക്സ് ചെയ്തിട്ട്, കല്ലുപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ട് കലക്കിയിട്ട് അതിനകത്തേക്ക് കാലിറക്കി വെച്ച് കുറച്ച് നേരം ഇരിക്കുക. കാല് വേദനയൊക്കെ പെട്ടെന്ന് ആശ്വാസം കിട്ടും. കല്ലുപ്പായിരിക്കണം, പൊടിയുപ്പല്ല. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ കാലിന് പറ്റിയ രീതിയിലുള്ള ചൂട് കേട്ടോ. എന്നിട്ട് ആ ചൂട് തീരാറാവുമ്പോൾ അങ്ങോട്ട് മാറ്റിയാൽ മതി. അത്ര നേരമൊക്കെ ഇരുന്നാൽ മതി. കാല് കൊള്ളുന്ന രീതിയിലൊന്നും ഇട്ട് വെച്ചേക്കരുത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകില്ല. കാരണം സബ്സ്ക്രൈബ് ചെയ്യണതിന് പൈസ വേണമെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ഞാൻ ഇടയ്ക്ക് പറയണമെന്ന് ഓർക്കും, മറന്നു പോണതാണ്. താങ്ക് യു.